സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രസവാവധി ആനുകൂല്യങ്ങൾ ഉറപ്പാക്കണമെന്ന് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ. ഒരു സ്ഥാപനത്തിൽ 80 ദിവസമെങ്കിലും ജോലി ചെയ്ത വനിതകൾക്ക് നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടെന്നും അവധി നൽകാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. സർ, ഞാനിവിടെ ഉന്നയിക്കുന്ന ഒരു വിഷയം, നമുക്കറിയാം ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ് അമെൻമെന്റ് ആക്ട് 2017 ഉണ്ട്. അത് യഥാർത്ഥത്തിൽ കൊണ്ടുവന്ന ഒരു വെൽഫെയർ ലെജിസ്ലേഷൻ ആണ് സർ. അത് സാധാരണ രീതിയിൽ നമ്മൾ മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത് പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ ഒരു ആനുകൂല്യം എന്ന നിലയിലാണ് കാണുന്നതെങ്കിലും അതിനേക്കാൾ ഉപരി അത് ആ ജനിക്കുന്ന കുട്ടിയുടെ ഒരു അവകാശമായിട്ടാണ് സാർ അതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ കുട്ടിക്കും അമ്മയ്ക്കും 6 മാസം ഒന്നിച്ച് നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണം എന്നുള്ള ഒരു നിയമം അങ്ങനെ ഉണ്ടാക്കിയത്. അത് ഈ ESIയുടെ പരിധിയിൽ വരുന്നതും ESIയുടെ പരിധിയിൽ വരാത്തതുമായ വ്യവസ്ഥകൾ വരുന്ന തൊഴിലിടങ്ങളിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് ലഭിക്കേണ്ട ഒരു അവകാശമാണ്, അല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടികൾക്ക് കിട്ടേണ്ട ഒരു അവകാശമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പല സ്വകാര്യ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ സ്വകാര്യ സ്കൂളുകളിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലോ ജോലി നോക്കുന്നതായ വനിതാ ജീവനക്കാർക്ക്, അധ്യാപകർക്ക് അടക്കമുള്ളവർക്ക് ഈ ഒരു ബെനിഫിറ്റ് പലപ്പോഴും ലഭിക്കുന്നില്ല. അവർക്ക് കിട്ടേണ്ട 26 ആഴ്ച 6 മാസം കിട്ടാനുള്ള ഒരു റൈറ്റ് ഉള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇത് സ്ത്രീകൾക്ക് ആ മാനേജ്മെൻറ്റിനോട് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരെ ഒഫൻഡ് ചെയ്താൽ പിന്നെ അവർക്ക് അവിടെ വർക്ക് ചെയ്യേണ്ടതുകൊണ്ട് പലപ്പോഴും ചോദിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവർ 3 മാസം കൊടുക്കും, 3 മാസം ഉള്ളൂ എന്ന് പറഞ്ഞാൽ 3 മാസം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. പക്ഷേ ബഹുമാനിയായ മന്ത്രി അങ്ങൊരു വനിതാ മന്ത്രി മാത്രമല്ല, അങ്ങനെ അമ്മ കൂടിയാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു പ്രയാസവും ആ ഒരു ബുദ്ധിമുട്ടും അതിൻ്റെ ഒരു സാഹചര്യവും നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നവരാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു വെൽഫെയർ ലെജിസ്ലേഷൻ സംസ്ഥാനത്തെ അർഹതപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും, പ്രത്യേകിച്ച് സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്കും അനധ്യാപകരായിട്ടുള്ള സ്ത്രീകൾക്കും ഈ ബെനിഫിറ്റ് മെറ്റേണിറ്റി ബെനിഫിറ്റ് അമെൻമെൻറ്റ് ആക്ട് 2017 പ്രകാരമുള്ള ഈ 6 മാസത്തെ മെറ്റേണിറ്റി ലീവ് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ കഴിയും, എന്താണ് നമ്മൾ സ്വീകരിക്കും, ഏത് നിലയിൽ അത് ഉറപ്പാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ സബ്മിഷനിലൂടെ. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, മാതൃത്വം എന്നത് ഒരു സ്ത്രീ അമ്മയാകുന്ന അവസ്ഥയും ആ പദവിയുമാണ്. ഇത് ശാരീരികമായ മാറ്റങ്ങൾക്കപ്പുറത്തേക്ക് സ്നേഹം, കരുതൽ, ത്യാഗം, പോഷണം എന്നിവ സമ്പന്നമായ വിശുദ്ധമായൊരു ബന്ധം തന്നെയാണ്. മാതൃത്വം എന്നത് അതുപോലെ തന്നെ സ്ത്രീയുടെ നിയമപരവും ഭരണഘടനാപരവും അവകാശമാണ്. ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ നവജാത ശിശുവിൻ്റെ കൂടി അവകാശമാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കർശനമായി നടപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. 2017 മാതൃത്വ ആനുകൂല്യ ഭേദഗതി നിയമപ്രകാരം സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീ ജീവനക്കാർക്ക് വേതനത്തോടു കൂടിയ പ്രസവ അവധി 12 ആഴ്ചയിൽ നിന്ന് 26 ആഴ്ചയായി ഉയർത്തിയിരുന്നു. നിലവിൽ 10 അതിൽ കൂടുതലോ ജീവനക്കാരുള്ളതോ അല്ലാത്ത പക്ഷം കഴിഞ്ഞ 12 മാസങ്ങളിലെ ഏതെങ്കിലും ഒരു ദിവസം 10 അതിൽ കൂടുതലോ ജീവനക്കാർ ജോലി ചെയ്തിരുന്നതോ ആയ എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും മേപ്പടി നിയമം ബാധകമാണ്. ഒരു സ്ത്രീ ജീവനക്കാരി കുറഞ്ഞതൊരു സ്ഥാപനത്തിൽ 80 ദിവസമെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം സ്ത്രീ ജീവനക്കാർക്ക് മേപ്പടി നിയമപ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കാൻ അർഹതയുണ്ട്. ESI ആക്ട് ബാധകമായ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ മെറ്റേണിറ്റി ബെനിഫിറ്റ് അമെൻമെന്റ് ആക്ടിന്റെ പരിധിയിൽ വരുന്നില്ല. ESI ആക്ട് നടപ്പാക്കാനുള്ള ചുമതല എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനാണ്. മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് പ്രകാരമുള്ള ഇൻസ്പെക്ടർമാരായി വകുപ്പിലെ അസിസ്റ്റന്റ് ലേബർ ഗ്രേഡ് 2 ഓഫീസർമാരെയും അപ്പീൽ അധികാരികളായി ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർമാരെയും നിയമിച്ചിട്ടുണ്ട്. മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട പരാതികൾ അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാർ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്യപ്പെട്ട എല്ലാ കേസിലും നടപടി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തലമുറകളുടെ നിലനിൽപ്പിന് ആധാരമായ മാതൃത്വത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു സമീപനവും സർക്കാർ അംഗീകരിക്കുകയില്ല. ഏറ്റവും ഉദാത്തമായ ഈ വിഷയം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ അംഗം പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് പുതിയ തലമുറയെ കരുത്തരാക്കുന്ന വിദ്യാഭ്യാസം, അതാണ് മൗണ്ട് കാർമൽ കോളേജ് കറുകടം നൽകുന്നത്. നോ ഡൊണേഷൻ, യൂണിവേഴ്സിറ്റി ഫീ മാത്രം. അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ശരിയായ ദിശ നൽകാൻ മൗണ്ട് കാർമൽ കോളേജ് കറുകടം.